ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ പോകുന്നത് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക്, കോഴിക്കോട് നിന്നും വയനാട്ടേക്ക്. സോ ഇതൊരു ബൈ റോഡ് വ്ലോഗാണ് ത്രൂ NH66, കേരളത്തിൻ്റെ ഏറ്റവും പുതിയ ഡ്രീം പ്രൊജക്റ്റായ NH66-ലൂടെ. Hoje de tava coçado, com Nila minha. Veu erra corte de fobato, e tento ensaiar. Valeu a vida por você, já sabe não sei. De falar antes de fazer, esqueça do play. De falar antes de fazer, esqueça do play. De falar antes de fazer, esqueça do play. De falar antes de fazer, esqueça do, esqueça do, esqueça do, esqueça do, esqueça do. അങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 3 മണിക്കൂർ കൊണ്ട് കോഴിക്കോടെത്തി. 12 മണിയായി. ഫുഡ് കഴിക്കാൻ ഹോട്ടൽ നോക്കി നടന്ന് അവസാനം കിടിലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫിഷ് പൊള്ളിച്ചതും മട്ടൻ ബിരിയാണിയൊക്കെ കഴിച്ചു. ഇറ്റ്സ് കോപ്പർ കിച്ചൺ, വെരി നൈസ് ഫുഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബിരിയാണി, മട്ടൻ ബിരിയാണി. സോ അവരുടെ ഫിഷ് പൊള്ളിച്ചതുണ്ടായിരുന്നു, അതും അടിപൊളിയായിരുന്നു. ആവോലി പൊള്ളിച്ചത്, പിന്നെ കുറച്ച് സ്വീറ്റ്സ്, പുഡിങ്, കോക്കനട്ട് പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ സർവീസും ഫുഡും എല്ലാം ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഐ ഫെൽറ്റ്. ആൻഡ് ഈവൻ ദ റേറ്റ് വാസ് നോട്ട് ദാറ്റ് ഹൈ, ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കോഴിക്കോട് ബീച്ചിലൂടെ ഒരു ചെറിയൊരു റൗണ്ട് നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. സോ വിസിറ്റ് കോപ്പർ കിച്ചൺ ഇഫ് യു ആർ ഇൻ കോഴിക്കോട്. നടത്തമൊക്കെ കഴിഞ്ഞ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള ഒരു ഗുജറാത്തി സ്കൂളിലാണ്. അവധി സമയമായതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ടും അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അങ്ങനെ 4 മണിയൊക്കെ ആയപ്പം പക്രന്തളം ചുരമെത്തി. ഇത്തവണ താമരശ്ശേരി ചുരം ഒഴിവാക്കി പക്രന്തളം ചുരം വഴി വന്ന കുറച്ച് സിനിക് ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ. വയനാട് ഒരു 3 ദിവസമാണ് സ്റ്റേ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ദിവസത്തെ നമ്മുടെ സ്റ്റേയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ റിസോർട്ട്, മലയുടെയൊക്കെ അടിവാരത്തായിട്ട് ഒരു മഡ് ഹൗസ് അല്ലെങ്കിൽ ക്ലേ ഹൗസ് എന്നൊക്കെ പറയും. ബാണാസുര ഹിൽ റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ്. സോ ഓൺലൈനിൽ അവൈലബിൾ ആണ്, മീറ്റ് മൈ ട്രിപ്പ്, അഗോഡയിലൊക്കെ അവൈലബിൾ ആണിത്. സോ മോസ്റ്റ്ലി ഇവിടെ ഞാൻ കണ്ടത് നോർത്ത് ഇന്ത്യൻസും അങ്ങനെയുള്ള മലയാളീസൊക്കെ കുറവാണ് ഇവിടെ ഞാൻ കണ്ടത്. ബട്ട് വെരി ബ്യൂട്ടിഫുൾ. So you can stay for a day with your family, friends. It's very nice. This is a room we stayed. So I'll just show the room overview. ഇത് 2 പേർക്കുള്ള റൂമാണ്. ഫാമിലി ആയിട്ടൊക്കെ വരുമ്പം താമസിക്കാൻ പറ്റിയൊരു ക്ലേ ഹൗസാണിത്. ഒരു അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള അൽമാരി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നൊരു ഓപ്പൺ വിൻഡോ,
സോ മഴയൊക്കെ ഉള്ള സമയത്ത് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നല്ല വ്യൂ ഒക്കെയാണ്. പിന്നെ കാടിൻ്റെ നടുക്കായതുകൊണ്ട് ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. AC കാര്യങ്ങളൊന്നുമില്ല, നോർമൽ ഫാനാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ തന്നെ ഒരു ട്രെയിലുണ്ട്. അവരുടെ കോമ്പൗണ്ടിനകത്തിൽ കൂടെ തന്നെ ഒരു 1 കിലോമീറ്റർ ട്രെയിൽ. ട്രക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോർമൽ ചെറിയൊരു കാടിനകത്തിൽ കൂടെ നടക്കുന്ന ഫീൽ കിട്ടും. ആ ഒരു മോർണിംഗ് പ്ലസ് ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേട്ട് രാവിലത്തെ ഒരു വൈബ് ആസ്വദിച്ച് നമുക്ക് നടന്നു പോകാനുള്ള ഒരു ട്രെയിലുണ്ട്. സോ ഇതൊരു ചെറിയ മൗണ്ടനാണ്. അതിൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഒരു ചെറിയ വ്യൂ പോയിന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ നടന്ന് മുകളിലെത്തിയപ്പോൾ അവിടുന്ന് കാണുന്ന കാഴ്ച ഭയങ്കര അടിപൊളിയാണ്. സോ മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യേണ്ടവർക്കും യോഗയൊക്കെ ചെയ്യേണ്ടവർക്കൊക്കെ ഒരു ബെസ്റ്റ് സ്പോട്ടാണ്. കുറച്ച് നേരം ഇരുന്ന് ഞാനും മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് പീസാക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സോ നിങ്ങൾ അടിച്ചു പൊളിക്കാനുള്ളൊരു വൈബിലാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് പ്രിഫർ ദിസ്. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് പീസ്ഫുൾ, ദിസ് ഈസ് ഗുഡ് ഫോർ യു. അങ്ങനെ ട്രക്കൊക്കെ കഴിഞ്ഞ് നേരെ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഐ ലൈക്ക് ദെയർ ബ്രേക്ക്ഫാസ്റ്റ് വെരി മച്ച്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയായിരുന്നു. എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ട്. ദോശയുണ്ട്, സൗത്ത് ഇന്ത്യൻ വേണ്ടിയവർക്ക് ദോശ, സാമ്പാർ, ഉപ്മാ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ മെനി ഓപ്ഷൻസ് ദേ ഹാവ്. പിന്നെ നോർത്ത് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡും ഉണ്ട്. അവലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതുണ്ട്. പിന്നെ ആലു പൊറാട്ട വേണ്ടിയവർക്ക് ആലു പൊറാട്ടയുണ്ട്. ബ്രെഡ്, ബട്ടർ, ലൈക്ക് ദാറ്റ്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിഫർ ചെയ്യുന്നവർക്കുണ്ട്. പിന്നെ വെജീസ് ഉണ്ട്. സോ ഓൾ കൈൻഡ് ഓഫ് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ നാട്ടുമ്പുറത്ത് കണ്ടുവരുന്ന പല മരങ്ങളും, പ്ലാവും, പഞ്ഞിമരവും തെങ്ങും തോപ്പുമൊക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ പ്ലേ ഏരിയ ഉണ്ട്. ബാഡ്മിൻ്റനൊക്കെ കളിക്കുന്നവർക്ക് അതുണ്ട്. ഈവൻ നൈറ്റ് അവൈലബിൾ ആണ്. സോ അതൊക്കെ ഇങ്ങനെ കളിച്ച് കുറച്ച് ടൈമൊക്കെ പാസ് ചെയ്തിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയില്ല, ജസ്റ്റ് ആ ഏരിയയ്ക്ക് ഒന്ന് കാണാൻ പോയി. സോ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പൂളാണ്. അധികം ഡീപ്പായിട്ടുള്ളതല്ല, സോ സേഫാണ്. അങ്ങനെ പൂളിൻ്റെ ഏരിയയിലെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ചെക്കൗട്ടിനുള്ള ടൈമായി. സോ ചെക്കൗട്ടിന് വന്നു. സോ ഇതൊക്കെയാണ് വയനാട്ടിലെ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ. സോ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഇഫ് യു വാണ്ട് ടു സേവ് ഇറ്റ് ഫോർ ലേറ്റർ. അങ്ങനെ പോയി. അപ്പോൾ നമ്മുടെ ചെറുക്കൻ വന്നു. അവിടുന്ന് നേരെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള പോക്കാണ്. സോ ഇനിയുള്ള ഡെസ്റ്റിനേഷൻ നമ്മുടെ ഫ്രണ്ട്സും നമ്മളോട് റീജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇതൊരു ബാംഗ്ലൂർ, കൊച്ചി, കോഴിക്കോട്, വയനാട്, ബാംഗ്ലൂർ വ്ളോഗാണ്. സുൽത്താൻ ബത്തേരി വഴി പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ ചർച്ച് ശ്രദ്ധയിൽപ്പെട്ടത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചറുള്ളൊരു പള്ളിയായിരുന്നു അത്. സോ അങ്ങനെ ഞങ്ങൾ ആ പള്ളിയിലേക്ക് പോയി. ഒരു കാത്തലിക് കത്തീഡ്രലാണ്. സോ അവിടെ എത്തിയപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു. ഒരു പുള്ളിയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു 9-10 ഇയേഴ്സ് ആയിട്ടുള്ളൂ ഈ പള്ളി പണിഞ്ഞിട്ട്. സോ ഇത് അവിടുത്തെ ഒരു മെയിൻ, അതായത് എല്ലാ പള്ളികളിലും ചേരുന്നൊരു മെയിൻ ചർച്ചാണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ വത്തിക്കാനിലും റോമിലൊക്കെ കണ്ടുവരുന്ന ചർച്ചിൻ്റെയൊക്കെ ഒരു സ്റ്റൈലാണ്. സോ അങ്ങനെ പള്ളിക്കകത്ത് കയറി കുറച്ച് നേരം ഇരുന്ന്
ഇവിടുന്ന് നമ്മൾ പോകുന്നത് എടക്കൽ കേവിലേക്കാണ്. സോ അതിൻ്റെ എൻട്രൻസിൽ ഒരു പാസ്സൊക്കെ ഉണ്ട്. കാർ പാർക്കിങ്ങിന് 50 റുപ്പീസ്, അങ്ങനെ കുറച്ച് അതിൻ്റെതായ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ കാർ പാർക്ക് ചെയ്തിട്ട് ഒരു 2 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോകാനുള്ള ദൂരമുണ്ട്. സോ അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ എടക്കൽ കേവിൻ്റെ എൻട്രി പോയിന്റിലേക്ക് പോവാണ്. പോകുന്ന വഴികളിൽ സൈഡിലായിട്ട് കഫേസും ചെറിയ ചെറിയ കടകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതിൻ്റെ എൻട്രി പോയിന്റിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പഴയ കൽക്കൊത്തുകൾ കാണാൻ സാധിക്കും. സോ പലതരത്തിലുള്ള കൊത്തുപണികളുള്ള പാറക്കെട്ടുകളും അതിനെ അനുസ്മരിപ്പിക്കുന്നതായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. സോ അങ്ങനെ കുറച്ച് നടക്കണം. നടന്ന് മുകളിലേക്ക് കയറി ചെന്നിട്ടാണ് ഒരു പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. സോ അതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ട് വേണം പോകാൻ. സോ അങ്ങനെ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തിട്ട് മുകളിലേക്ക് കയറുകയാണ്. സോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ തിരിച്ചു വരുമ്പോൾ വളരെ ക്ഷീണിതരായിട്ട് വരുന്ന ആളുകളെ കാണാൻ പറ്റി. സോ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ഒരു 300 സ്റ്റെപ്പിലധികം ഉണ്ട് മുകളിലേക്ക് ചെല്ലാനായിട്ട്. സോ കുറച്ച് ഡിഫിക്കൽട്ടാണ് പ്രായമായിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വരിക. സോ അങ്ങനെ മുകളിലേക്ക് കയറി തുടങ്ങി. സോ എടക്കൽ കേവ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇതൊരു എന്താ പറയുക 8000 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. കോഴിക്കോടിൻ്റെ സൂപ്രണ്ടായിട്ടുണ്ടായിരുന്ന ഫ്രെഡ് ഫോസറ്റ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതും ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതും. സോ ഇത് നമുക്ക് കാണുമ്പോൾ നമ്മുടെ ചരിത്രത്തിലേക്കൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിച്ചു, സോ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നിന്നുള്ളൊരു നാച്ചുറൽ ലൈറ്റും പിന്നെ ഒരു ചെറിയ കിണറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും ഉയരത്തിലേക്ക് ചെല്ലുമ്പോഴാണ് മെയിനായിട്ടുള്ള അതായത് കാർവിങ്സ്, ഭിത്തിയിലൊക്കെ ഒരുപാട് കാർവിങ്സുകൾ കാണാൻ പറ്റും. സിമ്പിൾസും പഴയ ഭാഷകളും പിന്നെ കുറേ ആനിമൽസിൻ്റെ പിക്ചേഴ്സും ഹ്യൂമൻസിൻ്റെ പിക്ചേഴ്സും ഒക്കെ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. സോ ഇതൊക്കെ ആദിമകാലങ്ങളിൽ ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. സോ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാൻ താല്പര്യമുള്ളവർക്കും ഒക്കെ എടക്കൽ കേവ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. സോ എടക്കൽ കേവ് നമ്മുടെ പഴശ്ശിരാജയുടെ യുദ്ധസമയത്തൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിരുന്നു. സോ അങ്ങനെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. സോ ഇവിടെ ഒരു ഏരിയ ഒരു ഗ്രില്ലിട്ട് വെച്ചിട്ടുണ്ട്. സോ ഒരു ക്ലോസ്ഡ് പോർഷനാണ്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുന്ന് വരുന്ന കാറ്റ് വളരെ തണുത്ത ബ്രീസ് നമുക്ക് കിട്ടും ആ 2 പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ. സോ ഇവിടെ കുറച്ച് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു വണ്ടറൊക്കെ കണ്ടതിന് ശേഷം പയ്യെ തിരിച്ചിറങ്ങാൻ തുടങ്ങി. തിരിച്ചിറങ്ങാൻ വേറൊരു റൂട്ടാണ് എക്സിറ്റ്. അതിനായിട്ട് ഗവൺമെൻറ് തന്നെ ഒരു നല്ല വഴിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ഒരു പാതയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി അവിടുന്ന് നേരെ പോയത് ക്ഷീണിച്ച് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വയനാട് തന്നെ സുൽത്താൻ ബത്തേരി പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഭയങ്കര മഴ തുടങ്ങി. സോ മഴയത് നല്ല അടിപൊളി ഒരു അൽഫാം മന്തിയൊക്കെ കഴിച്ചിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടുത്ത സ്റ്റേയിൽ വന്നു. മഴയായത് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ ഇത് മൽബ്രീസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു ഹോം സ്റ്റേ എന്ന് പറയാം. ഇത് നമുക്ക് എയർബിഎൻബിയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു മലയാളിയാണ് ഇതിൻ്റെ ഓണറും കാര്യങ്ങളൊക്കെ. സോ ഫാമിലിക്ക് ആയതുകൊണ്ടാണ് തന്നത്. സോ ഇവിടെ അവർക്ക് കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റാർ പുളിയും ചാമ്പയ്ക്കയും അങ്ങനെ അതൊക്കെ കഴിച്ച് ഈവനിങ് ഒക്കെ ഒന്ന് ആസ്വദിച്ചൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ അവരുടെ പ്രോപ്പർട്ടി കൂടെ ഒക്കെ ഒന്ന് ഒരു നടത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അങ്ങനെ ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട്. സോ ബാഡ്മിൻ്റനും ഒക്കെ കളിച്ച് വെറുതെ ഇങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ ഒക്കെ നടന്നു. ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു. പിന്നെ നമ്മുടെ ടോയൊക്കെ എടുത്ത് കുറച്ച് നേരം വണ്ടിയൊക്കെ ഓടിച്ച് കളിച്ച് ടൈം പാസ് ചെയ്തു. വൈകിട്ടത്തെ ഡിന്നറിന് ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവിടെ നിന്ന് തന്നെ കിട്ടിയൊരു മാങ്ങയൊക്കെ എടുത്ത് അരച്ച് ഒരു നമ്മുടേതായിട്ടുള്ളൊരു റെസിപ്പിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങിച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നേരത്തെ. നമ്മൾ രാത്രിയിൽ ഗ്രില്ല് ചെയ്യണം. ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു
ഡേ വെൽ സ്പെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ബാംഗ്ലൂരിൻ്റെ തിരക്കിൽ നിന്നൊക്കെ മാറി കൂട്ടുകാരൊക്കെ ഒത്തൊരു ചെറിയൊരു നൈറ്റ് ഡിന്നർ ഫാമിലി പാർട്ടി എന്ന് പറയാം. അങ്ങനെ അവിടെ തന്നെ എല്ലാം ഉണ്ട്. എയർബിഎൻബി ആയതുകൊണ്ട് ഗ്യാസും പാത്രങ്ങളും ഫ്രിഡ്ജും ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം അവിടെ തന്നെ അവൈലബിൾ ആണ്. സോ അപ്പോൾ പിന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഇമാരി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ. സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഗ്രില്ലിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നു. അല്ലല്ലേ ഫാൻ എടുക്കാൻ പോയതാടാ പാവം. ഫാൻ ബ്ലോവർ പോയില്ലേ പാവട. മഴ പെയ്യുന്നു. നേരത്തെ തൊട്ട് മഴ പെയ്യുന്നുണ്ട്. നേരത്തെ ഇല്ല, 1 drop. No, 3 drops fall in my hand. That is why I told മഴ പെയ്യഞ്ഞ. എൻ്റെ ദേഹത്ത് മണിപ്പോ അത് ഞാൻ തുപ്പിയായത്. അത് നീ മഴ This will be water. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് വയനാട് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ സ്റ്റേ ഒരു സ്പെഷ്യലാണ്. കുറേ കാലമായിട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സ്റ്റേ ആണ്. വഴിയെ കാണാതെ ഒരു പ്രോപ്പർ ഫോറസ്റ്റിനകത്തുള്ളൊരു സ്റ്റേ ആണ്. സോ ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങി മൽബറീസിനോട് ടാറ്റ പറഞ്ഞിട്ട് നേരെ വയനാട്ടിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ അതിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സോ നമ്മൾ ബാംഗ്ലൂർ പോകുന്നതാണ് പല വണ്ടിയിലായിട്ട് വന്നത്. സോ ഒരാൾ തിരിച്ച് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ വന്നു. സോ അങ്ങനെ ഇറങ്ങി അവിടുന്ന്. നമ്മളിതാ നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. സോ ഇതൊരു പ്രോപ്പർ കാടാണ്. ഇവിടുന്ന് ആക്ച്വലി എൻട്രി ഇല്ല. ഫോറസ്റ്റിൻ്റെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ ഈ വരുന്ന വഴിയിൽ ഈ ഒരു റിസോർട്ടിലേക്കുള്ള വഴി മാത്രമേ ഉള്ളൂ. സാധാരണ അവരുടെ ജീപ്പിലേക്കാണ് കൊണ്ടുവന്നത്. സോ അപ്പോൾ ഇന്ന് ജീപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കാർ ഇവിടെ വെളിയിലൊരു അവർ തന്നെ അറേഞ്ച് ചെയ്തൊരു വീടുണ്ട്, അവിടെ ഇട്ടിട്ട് നടന്നു വേണം പോകാൻ. ഒരു 500 മീറ്റർ നടക്കാനുണ്ട് കാട്ടിനകത്തേക്കൂടെ. അങ്ങനെ ലഗേജൊക്കെ ആയിട്ട് നമ്മൾ പയ്യെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് കാട്ടിലൂടെ നമ്മുടെ റിസോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റിസോർട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു പഴയൊരു വീടാണ്. സോ 3 ബെഡ്റൂം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ലഭിക്കുകയുള്ളൂ. സോ ഇവിടെ കുറേ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നതാണ്. ഇത് കാടിന് നടുക്കുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആനിമൽസൊക്കെ രാത്രിയിൽ വെള്ളം കുടിക്കാനൊക്കെ വരികയും അങ്ങനെ പ്രോപ്പർ ആനിമൽ സൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. സോ ഒരുപാട് സെലിബ്രിറ്റീസും സിനിമാക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ്. കാരണം തിരക്കിൽ നിന്നൊക്കെ മാറി കാടിനെ അടുത്തറിയണം എന്നുള്ളവർക്ക് ഇവിടെ വരാം. ഒരുപാട് ബേർഡ് സൈറ്റിങ്ങും ആനിമൽ സൈറ്റിങ്ങും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. വഴിയെ കാണാം എന്തെങ്കിലും കണ്ടോ എന്നുള്ളത്. സോ ഇവിടെ ഒരു പട്ടിക്കുട്ടിനിരിപ്പുണ്ട്, വെൽക്കം ചെയ്യാൻ. അങ്ങനെ നമ്മൾ നേരെ എത്തി. ആണോ? ആണോ? ഞങ്ങളും കുക്കിംഗ് സഹായിക്കാൻ പേടിക്കണം.
എത്ര റൂം അവിടെ? 3 റൂം അല്ലേ? No, he's telling some name. ഇവിടുത്തെ ഒരു മൂപ്പൻ്റെ കൊച്ചുമോനാണ്. സോ പുള്ളിക്കാരൻ ഭയങ്കര നാണക്കാരനാണ്. അങ്ങനെ ഞങ്ങളവിടെ പിടിച്ചിരുത്തിയൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നു. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ എത്തി. ഈവനിങ് 6 മണിയായി. അങ്ങനെ ഇനി പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. കാടായതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാനിൻ്റെ കോള് കേട്ടത്. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് മാൻകൂട്ടം അതുവഴി പാസ് ചെയ്യുന്നത് കണ്ടു. വൈകുന്നേരം ആയതുകൊണ്ട് അവർ ആ ഗ്രൗണ്ടിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള ശ്രമമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നമ്മളെയൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടു. സോ രാത്രിയിൽ ആനയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നിങ്ങനെ പറഞ്ഞു. ബട്ട് ഒരു 1 വീക്കായിട്ട് ആന വരാറില്ല. അതുകൊണ്ട് ആനയുടെ സൈറ്റിങ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. പക്ഷേ വളരെ പ്രതീക്ഷയോടാണ് വന്നത്. എങ്ങനെ നോക്കാം. അങ്ങനെ നമ്മളവിടെ ഇരിക്കുമ്പോൾ കുറേ കണ്ണുകൾ കണ്ടു. ടോർച്ചടിച്ച് നോക്കിയപ്പോൾ മാൻകൂട്ടങ്ങൾ തന്നെ ആയിരുന്നു. കടുവയോ ആനയൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒന്നും കണ്ടില്ല. കുറച്ച് കാട്ടുമുയലും മൂങ്ങയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരുന്നു. സോ അതൊക്കെ കണ്ട് ഡിന്നർ കഴിക്കാൻ സമയമായി. ഇവിടെ കുക്ക് എന്നില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ ചേട്ടൻ്റെ വൈഫ് തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത്. നല്ല സ്വാദിഷ്ടമായ ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റിങ്ങനെ അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. സോ ഇന്ന് രാവിലെ ഒരു 7 മണിയായി. നമുക്ക് നേരെ ഇവിടുന്ന് ഒരു ടെമ്പിൾ പോകാനുണ്ടൊരു 3 കിലോമീറ്റർ. അങ്ങനെ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. ഇന്നലെ രാത്രി വന്നുപോയ ആനിമൽസിൻ്റെ കാൽപ്പാടുകളും കാട്ടുപോത്തിൻ്റെ കാൽപ്പാടൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നു. ഒരു മൂപ്പൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനാണ് നമ്മളെ അമ്പലം കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെയൊക്കെ പോകണം. ടസ്കറിൻ എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. ഞാൻ പ്രോപ്പർട്ടിയുടെ പേര് പറയാൻ പറ്റും. ഇത് ടസ്കറിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അങ്ങനെ അവിടുന്ന് രാവിലെ നേരെ ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ സൈഡിൽ കൃഷിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ഇത് മീനുകളൊന്നും അല്ല, ഇത് തവളക്കുഞ്ഞുങ്ങളാണ്. ഇങ്ങനെ കിടക്കുന്നത് കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് രാവിലെ മോർണിംഗ് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഇവിടുന്ന് നേരെ ഒരു 3 കിലോമീറ്റർ നടക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അങ്ങനെ മൂപ്പനെത്തി. നമ്മൾ നടന്നു തുടങ്ങി. മൂപ്പൻ ഈ കാടിൻ്റെ വിശേഷങ്ങളും മൂപ്പൻ്റെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് നടന്നു പോവുകയാണ്. ഇപ്പോൾ പകലങ്ങനെ ആനിമൽസ് ഒന്നും ഇവിടെ വരാറില്ല. എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോറസ്റ്റിൻ്റെ അടുത്ത് വന്ന് നോക്കി ഇവർക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അങ്ങനെ നടന്ന് തളർന്ന് ഒരു സ്പോട്ടിലെത്തിയപ്പോൾ മൂപ്പൻ ഇങ്ങനെ ഒരു മരം കാണിച്ചു തന്നു. അതൊരു കുറേ വർഷങ്ങൾ പഴക്കമുള്ള മരമാണ്. അതിനകത്ത് ഇങ്ങനെ കയറി നിൽക്കാനുള്ളൊരു സ്ഥലമുണ്ട്. എന്തോ വന്നിങ്ങനെ ഗുഹ പോലെ ആയിട്ടുണ്ട്. ഭയങ്കര സ്പേസ് ഉള്ളൊരു സ്ഥലമാണ്. പാമ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കയറിയത്. അങ്ങനെ അതൊക്കെ കണ്ട് നല്ല നേച്ചറിൽ വളർന്നു നിൽക്കുന്ന കൂണുകളും പ്രകൃതിയുടെ കുറേ വണ്ടേഴ്സൊക്കെ കണ്ടിങ്ങനെ പോയി. കൊന്നയൊക്കെ കാട്ടിനകത്ത് പൂത്തിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. സോ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഒരു വില്ലേജിനകത്ത് കൂടെയൊക്കെ തന്നെയാണ് പോകേണ്ടത്. സോ നടന്ന് കുറേ ദൂരം പോയി. ഒരു വാഴത്തോപ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് മൂപ്പം കൊണ്ടുപോയ വഴികളിലൂടെയൊക്കെ പോയി കഥകളൊക്കെ കേട്ട് ഭയങ്കര അടിപൊളിയാണ്. ഇങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങളും അവരുടെ ജീവിതശൈലികളും ഒക്കെ അറിയാനും അതിനെപ്പറ്റിയൊക്കെ കേൾക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട്സാണ്. അവർ രാവിലെ പണിക്കുവാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. നമ്മളെ കണ്ടപ്പോൾ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്. സോ ഇവർക്ക് ഇവിടുത്തെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ അങ്ങാടിയിൽ എളുപ്പത്തിൽ ഇപ്പോൾ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ വെള്ളം കോരിക്കൊണ്ടിട്ട് നമുക്ക് കഞ്ഞി വെച്ചിരുന്നു. വെള്ളം കോരിക്കൊണ്ടിട്ടുണ്ട്. എത്ര ദൂരെ അകലെന്നുണ്ട്. അത് നെല്ല് കൊണ്ട് കുത്തി കഞ്ഞി വെച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. മറന്നുപോയി, മറക്കരുത്. അതൊക്കെ അങ്ങനെയാണ്. അതൊക്കെ കൊച്ചിലെ ഓർമ്മയുണ്ട്. ഇപ്പൊ മക്കൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കൾക്ക് മമ്മൂട്ടി എന്താണെന്ന് അറിയോ? മമ്മൂട്ടിയെ പറയും, കൈക്കോട്ടെന്ന്.
മമ്മൂട്ടിയല്ലേ മമ്മൂട്ടി. ആ മമ്മൂട്ടി നമ്മുടെ ഇക്ക. സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ നിങ്ങൾ? പിന്നെ എവിടെ പോകും? നമ്മള് പുൽപ്പള്ളി പോവും. അത് ശരി. മമ്മൂക്ക, മോഹൻലാല് ഇവിടെ ഇല്ലേ ഷൂട്ടിംഗ് എടുത്ത മറ്റേ ഫോട്ടോഗ്രാഫർ. ഫോട്ടോഗ്രാഫറോ? ഓ, 10 വർഷം മൂപ്പരെ കൂടെ ഉണ്ടായിരുന്നു ആ, മോഹൻലാൽ. ലാസ്റ്റ് പുള്ളി ഡയലോഗ് താഴെ കൊണ്ട് വിട്ടിട്ട് നീ അടിക്കുകയും ചോദിച്ചു. ഞാൻ ചെറുത് അടിക്കും സാറെന്ന് പറഞ്ഞു. ഒരു 500 എടുത്ത് അടിച്ച് മറിയണം പറഞ്ഞ പുള്ളി അങ്ങ് പോയി. ഏ. എന്ത് ലാലേട്ടാ. ഒരു 500 എടുത്ത് തന്നു. അടിച്ച് മറിഞ്ഞോണ്ട് പുള്ളി പോയി. റിവീലിംഗ് ഇവിടെ ഷൂട്ട് ചെയ്യും. ഇവിടെ ഇവിടെ ഫാമാണ്. ഇത് ഫാം. പോയി ഫാം. ലാലേട്ടന്റെ കഥയൊക്കെ പറഞ്ഞ് നമ്മളപ്പോഴത്തേക്ക് അമ്പലത്തിന്റെ അവിടെ എത്തിയിരിക്കുന്നു. ഇത് ഒരു കാടിന്റെ നടുക്കുള്ള ഒരു അമ്പലമാണ്. ഭയങ്കര പീസ് എന്ന് വെച്ചാൽ ഭയങ്കര പീസാണ്. ഒരു ശിവന്റെ അമ്പലമാണെന്ന് തോന്നുന്നു. അങ്ങനെ അമ്പലത്തിൽ നമുക്ക് കയറുകയൊക്കെ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. അമ്പലത്തിലൊക്കെ ഒന്ന് കയറി അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് നിരീക്ഷിച്ച് കണ്ടും കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ പുള്ളി അവിടുത്തെ അമ്പലത്തിലെ ആളാണ്. സോ പുള്ളി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, എവിടെ നിന്നാണ് വരുന്നതെന്നും അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് അപ്പോൾ ഒരു മലയണ്ണാൻ ഇങ്ങനെ ചാടിപ്പോകുന്നതാണ്. പുള്ളിക്കാരൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ തേടി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. മരത്തിന് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം മാങ്ങയൊക്കെയുള്ള സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും മാങ്ങയും ചക്കയൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മരം കണ്ടു. സോ ഇത് നോക്കിയപ്പോൾ വേറൊരു പടരുന്ന ഒരു ടൈപ്പ് ഓഫ് ചെടി എന്ന് വേണമെങ്കിൽ പറയാം. അത് ആ മരത്തിനെ മൊത്തത്തിൽ കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അതായത് അതിൻ്റെ വേരുകൾ ആ മരത്തിനകത്ത് കൂടെ ഇറക്കി കളഞ്ഞിരിക്കുകയാണ്. സോ അതൊക്കെ ഇങ്ങനെ കണ്ട് പ്രകൃതിയുടെ ഓരോ ഇതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് മൂപ്പന് ഈ മാവിനെ പറ്റി പറഞ്ഞത്. കുറേ വർഷം പഴക്കമുള്ള മാവാണ്, മുത്തശ്ശി മാവാണ്. സോ അതിൻ്റെ മാങ്ങ അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ വലിപ്പമാണ് ഞാൻ കാണിക്കുന്നുണ്ട്. കൈ അതിൻ്റെ അത്രേ ഉള്ളൂ. സോ അതിൻ്റെ ചുവട്ടിൽ കിടന്ന കുറച്ച് മാങ്ങയൊക്കെ പറക്കി നോക്കി. നല്ല അടിപൊളി മാങ്ങയായിരുന്നു. അങ്ങനെ ഞാനും കൂട്ടുകാരനും കൂടെ അങ്ങനെ അകത്തോട്ട് കയറിപ്പോയി കുറേ മാങ്ങ പറക്കി. കുറച്ച് മൂപ്പനും കൊടുത്ത് കുറച്ച് ഞങ്ങളടുത്ത് വഴിയെ കഴിക്കാൻ വേണ്ടി. ശംഖുപുഷ്പം. അടിപൊളിയാ. ഇത് ഇവിടുത്തെ ഒരു ട്രൈബൽ കോളനിയാണ്. സോ അതിനകത്തിൽ കൂടെയാണ് നമ്മൾ പോയത്. സോ അവരോടൊന്നും അധികം അങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് അതുവഴി പാസ് ചെയ്ത് പോയി. അങ്ങനെ നടന്ന് പോയപ്പോഴാണ് ഒരുത്തൻ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത്. ഒരു കുറുക്കൻ്റെ ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ പട്ടിയാണ്. അതുവഴി ഇങ്ങനെ നടന്ന് കുറേ ദൂരം തിരിച്ച് ഞങ്ങൾ പോകുന്ന വഴി വേറൊരു വഴിയാണ് പോയത്. അപ്പം മൂപ്പൻ ഇവിടെ കാവലിരിക്കുന്ന ഒരു ചെറിയ പോണ്ടുണ്ട്, മീൻ വളർത്തുന്നത്. സോ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. മൂപ്പൻ്റെ ഏറുമാടവും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതുവഴി ഇങ്ങനെ പോവാണ്. സോ ആ സ്പോട്ടിലെത്തി. ഇതാണ് മൂപ്പൻ വളർത്തുന്ന മീനുകളും ഒക്കെ ഉള്ള ഇവിടെ. ഇതൊരു കവുങ്ങും തോപ്പാണ്. സോ മൂപ്പൻ്റെ ബെഡ് ഏരിയയൊക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെയൊക്കെ കയറി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത്. പുള്ളി താഴെ രാത്രിയിലൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ആനിമൽസ് ഒക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയൊരു ഏറുമാടം സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കുറേ മീനുകളുണ്ട്. ഇത് മീനൊക്കെ ആവുന്ന സമയത്ത് അവിടെ തന്നെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ വില്ലേജിൽ തന്നെയുള്ള ആൾക്കാർ അത് വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരുടെ ഒരു ലൈവ്ലിഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പൻ്റെ മക്കളാണ് അവരിങ്ങനെ വെള്ളം കോരാനൊക്കെ വന്നു. സോ അതുവഴി ഇങ്ങനെ നടന്ന് തിരിച്ച് നമ്മൾ പോവാണ്. ഇത് പോകുന്ന വഴിക്ക് തന്നെയാണ് മൂപ്പൻ്റെ വീടെന്ന് പറഞ്ഞു. സോ അതും കണ്ടിട്ട് പോകാന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കാട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നാട്ടിൻപുറത്തൂടെയാണ് നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഓർമ്മയുണ്ടോ? ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു. ഇതാരാ വരച്ചു വെച്ചേക്കുന്നേ? പടമൊക്കെ വരച്ചു വെക്കുന്നേ ആണല്ലയോ? കലാകാരന്മാരാ. തിരിച്ചൊരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മളെത്തി. അപ്പോൾ അവിടെ വീണ്ടും കുറേ മാനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വീണ്ടും കുറേ നേരം അവിടെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല, തിരിച്ചു പോകാനും തോന്നത്തില്ല. അങ്ങനെ രാവിലെ കുറച്ച് പുട്ടും കടലക്കറിയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്.
വയനാട്ടിൽ നിന്ന് നമ്മൾ പുൽപ്പള്ളിയിലായിരുന്നു. പുൽപ്പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഒരാളെ കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. പക്ഷേ കാണാൻ പറ്റിയില്ല. വേറെ ആരുമല്ല, മുത്തങ്ങയിലുള്ള നമ്മുടെ കോന്നി സുരേന്ദ്രനാണ്. അവിടെ ചെന്നപ്പോഴാണ് ടൈമിങ് വേറെയാണെന്ന് അറിഞ്ഞത്. നമ്മൾ എത്തിയപ്പോൾ ഒരു 12 മണിയായി. രാവിലെ 9 മണി വരെ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 5 മണിയാവും. പോകുന്ന വഴിയിൽ ഈ ഏരിയയിൽ കണ്ടുവരുന്ന ഒരു തരം വൾച്ചേഴ്സാണിത്. കഴുകന്മാരാണ്. റോഡിൻ്റെ സൈഡിലൊക്കെ പോകുമ്പോൾ മരത്തിലൊക്കെ ഇരിക്കുന്നത് കാണാം. സോ അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ പോയത് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്കാണ്. ഇവിടെ കുറേ ആനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വൈകുന്നേരങ്ങളിൽ സഫാരി അവൈലബിൾ ആണ്. അതിൻ്റെ കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റിൻ്റെതായ വണ്ടിയിൽ അവർ കൊണ്ടുപോകും. ഈവനിങ്ങിട്ട് ആനയെ ഫീഡ് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ളൊരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സോ അന്നേരമാണ് സുരേന്ദ്രനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ കണ്ട് ആസ്വദിക്കാം. എന്നിട്ട് ഈ വഴി ബന്ദിപ്പൂർ വഴി ബാംഗ്ലൂർക്ക് പോകാനും അധികം ദൂരമില്ല, പെട്ടെന്ന് പോകാവുന്നതാണ്. സോ അതൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ വയനാട് നിന്ന് യാത്രയാവാണ് ബാംഗ്ലൂരേക്ക്. സോ ബന്ദിപ്പൂർ, ഗുണ്ടൽപേട്ട് വഴിയാണ് ബാംഗ്ലൂരേക്കുള്ള യാത്ര. അങ്ങനെ വയനാട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ ബാംഗ്ലൂരേക്ക് പോവാണ്. പോകുന്ന വഴിയാണ് റോഡിൻ്റെ ഒരു വശത്തായിട്ട് ഒരു ആനക്കുട്ടൻ നിന്ന് പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. ഒരു ശല്യമില്ലാതെ ആളൊറ്റയ്ക്ക് നിന്ന് പുല്ലൊക്കെ കഴിക്കുകയാണ്. സാധാരണ കൂട്ടത്തോടൊക്കെ കാണാൻ സാധിക്കും നമുക്ക് ഈ ബന്ദിപ്പൂർ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ. സോ ഇന്ന് ഒറ്റയ്ക്കാണ്. അങ്ങനെ അതിനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് യാത്രയാവുകയാണ്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാമാൻഡായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടും റോഡൊക്കെ വളരെ കാലിയായിരുന്നു. ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് മൈസൂർ എത്താം. പിന്നെ അവിടെ നിന്നൊരു 1.5 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്താം. സോ റോഡൊക്കെ അടിപൊളി റോഡാണ്. ഈ റൂട്ടിൽ വരുന്നവർക്കൊക്കെ കുറേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം. സോ അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരു ഹല്ലിമനി എന്ന് പറയുന്നൊരു ഹോട്ടലിലെത്തി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കന്നഡ ഫുഡ് കഴിക്കാൻ പറ്റി. സോ വെരി ടേസ്റ്റി ഫുഡ്. ഈ വഴി പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ കുറവാണ്. സോ അവിടെ നിന്നുള്ള ഫുഡ് അടിപൊളിയാണ്. പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടർലയുടെ പരസ്യമൊക്കെ കാണാം. സോ മൈസൂർ റോഡിലേക്ക് പ്രവേശിക്കാൻ ടോളൊക്കെ കയറാൻ നേരത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുവരെ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. എന്തോ ആക്സിഡൻറ്റ് എന്തോ ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വരുന്ന വഴിയിൽ. സോ അങ്ങനെ മൈസൂർ റോഡിലൂടെ നമ്മൾ തിരിച്ച് ബാംഗ്ലൂരേക്കാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു. ബൈ.